ഓക്കെ സ്റ്റാർട്ട് ചെയ്തോ. പറഞ്ഞോ നീയാണ് പറയുന്നത്. നീ പറ എല്ലാം ഇത് പ്രാന്തൊടിപ്പിക്കല വെച്ചിട്ട് അന്റെ മെമ്മറി പോയിക്കൊണ്ടിരിക്കുന്നു. എനിക്കെന്ത് തേങ്ങ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് പറയൂ, എന്തെങ്കിലും ഒന്ന് പറയൂ. എൻ്റെ വോയിസ് കേട്ട് കേട്ട് മടുത്തു എൻ്റെ പ്രേക്ഷകര്. മടുത്തെങ്കിൽ നിർത്തിപ്പോടി. എന്ത് ഓൺ വോയിസാ നീ പറ. ഞങ്ങൾ ഇന്ന് ഒരു പുതിയ വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. എന്താണ് സംഭവം അതന്നെ ഞാൻ പറഞ്ഞത്. പുതുതായിട്ട് എന്തെങ്കിലും പറയൂ. അതായത് നമ്മൾ ഇവിടെ 2-3 ദിവസം മുമ്പായിട്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് ഓരോ Q&As അല്ലെങ്കിൽ ആസ്ക് മീ ക്വസ്റ്റ്യൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ റിപ്ലൈസ് നമ്മൾ യൂട്യൂബിൽ കൂടെ പറയാം എന്ന് കരുതിയിട്ട് ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് അതൊക്കെ ചെയ്തിട്ട് നിങ്ങളതൊക്കെ കണ്ടാൽ നമുക്ക് അതിൻ്റെ വ്യൂസൊക്കെ കിട്ടി, അതുകൊണ്ടായത് നമുക്ക് ഗുണം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് നമ്മൾ ആ ഉത്തരങ്ങൾ യൂട്യൂബിൽ കൂടെ പറയാൻ തീരുമാനിച്ചതാണ് സംഭവം. അല്ല, കുറേ ആയി നമ്മൾ നാട്ടിലുള്ളപ്പോൾ കുറേ കാലമായി ഒരു Q&A ചെയ്തിട്ട്. അപ്പോൾ കുറേ കാര്യങ്ങൾ കുറേ പേര് ചോദിക്കുന്നുണ്ട്. ചിലർ ചോദിക്കാൻ പറ്റാതിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അറിയാമല്ലോ നമ്മളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് അപ്പോൾ അത് ഇൻസ്റ്റഗ്രാമിൽ നമ്മളിട്ട സ്റ്റോറിക്ക് വന്ന റിപ്ലൈസ് ആണ് അതിലധികവും ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ആദ്യയെ നാട്ടിൽ നിർത്തിയിരിക്കുകയാണോ? നിർത്തിയിരിക്കുകയാണോ വെച്ചാൽ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ആദ്യ നാട്ടിലാണ്. മാത്രമല്ല സാർ ഇവിടെ വന്നു, ഒരാഴ്ച 10 ദിവസം കഴിഞ്ഞ് ഞങ്ങളോട് നിന്നു. ഭയങ്കര ബോറടിയാണ് ഇവിടെ, പ്രത്യേകിച്ച് ഒരു എന്റർടൈൻമെന്റും ഇല്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ് വീട്ടിൽ പോയതാണ്. അതാണ് സത്യാവസ്ഥ. കാരണം നമ്മൾ വന്നു ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ ലുലുമോളും അങ്ങനെ ഇങ്ങനെയും കുറച്ച് കറക്കം ഒക്കെ ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് അങ്ങനെ അവനെ കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലങ്ങളൊക്കെ നമ്മൾ പോയായിരുന്നു. അതല്ലാതെ പിന്നെ ദേവേട്ടനാണെങ്കിൽ ഷൂട്ടായിരുന്നു, കറക്റ്റ് ആ ടൈമിൽ ഷൂട്ടും തിരക്കുമായിരുന്നു. അപ്പൊ പിന്നെ അവനും ഇനി ഇവിടെ നമ്മളിങ്ങോട്ട് അവനെ സ്കൂൾ മാറ്റി ചേർത്തി. അപ്പൊ ഇനിയിപ്പോ ഇവിടെ തന്നെ ആണല്ലോ. അപ്പൊ അവന് വെക്കേഷൻ നാട്ടില് അവിടെ കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവൻ ഇവിടെ ഇല്ല. പക്ഷെ വീഡിയോയിൽ നമുക്ക് അവനെ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അല്ലാതെ ഞങ്ങൾ ആദ്യം നാട്ടിൽ നിർത്തിയിട്ട് ഞങ്ങൾ തിരുവനന്തപുരത്ത് ഹണിമൂൺ ആഘോഷിക്കാൻ വന്നതല്ല. അങ്ങനെ ഒരു പിന്നെ അവന് സ്വതവേ അവന് വീഡിയോ എടുക്കാനോ വീഡിയോയിൽ നിൽക്കാനൊക്കെ കുറച്ച് മടിയിൽ ഇൻട്രസ്റ്റ് ഇല്ല. അത് നിങ്ങൾ എടുത്തോന്ന് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലാസ്റ്റ് വീഡിയോ കണ്ടിരുന്നു, ദേവേട്ടൻ ജീവനോടെ ഉണ്ടോ? അതെന്താ വീഡിയോ? ആ വീഡിയോ അത് ഏത് വീഡിയോ? വൈഫിന്റെ വീഡിയോ. If you want another wife. If you want another wife. Smile if you want. ഞാൻ ആക്ച്വലി ആ പേപ്പർ എടുത്ത് പലതവണ ചോദിച്ചത് എന്താണ്. അതെങ്ങനെയാ അത് സർപ്രൈസ് ആയിട്ട് ചെയ്യുമ്പോ എക്സ്പ്രഷൻ കിട്ടുന്നത് എങ്ങനെയാന്ന് അറിയാൻ വേണ്ടിട്ടല്ലേ നമ്മൾ ആ വീഡിയോ ചെയ്യുന്നത്. എന്നിട്ട് എന്തായി നല്ല ആർട്ടിഫിഷ്യൽ എക്സ്പ്രഷൻ ആയി പോയി. അല്ല, ആക്ച്വലി അതാണ് നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് ദേവേട്ടന്റെ യഥാർത്ഥത്തിലുള്ള എക്സ്പ്രഷൻ. അത്ര ഓവറായിട്ടുള്ള എക്സ്പ്രഷൻ കണ്ടു എന്റെ ഒരു അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. അതന്നെ പ്രേക്ഷകരുടെ അവസ്ഥ. അപ്പോ വീഡിയോന് വേണ്ടി നമ്മൾ വെറുതെ അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. അങ്ങനത്തെ ഓരോ കണ്ടന്റ് ഒക്കെ എടുത്ത് ചെയ്യുന്നതാണ്. അല്ലാതെ ഞാനൊന്നും ചെയ്യില്ല. എന്റെ ഭർത്താവിനെ ഞാൻ പൊന്നുപോലെയാണ് നോക്കണത്. നിങ്ങൾക്ക് കണ്ടാ മനസ്സിലാവത്തില്ലേ പൊന്നുപോലെ നോക്കുന്നത്. എനിക്ക് വേറെ വൈഫ് വേണമെങ്കിൽ ഞാൻ അവളോട് പറയൂ. ആ പറ, ഇപ്പൊ കെട്ടിച്ച് വിട്ടു തരാം. എനിക്ക് താല്പര്യമില്ല. ഇതന്നെ അവസ്ഥ എന്താണെന്നറിയില്ല. അടുത്ത ക്വസ്റ്റ്യൻ. ട്രിവാൻഡ്രം ലൈഫ് എങ്ങനെയുണ്ട്? അതെന്നോടായിരിക്കും. അല്ലാണ്ട് ഞാൻ കുറെ കാലമായിട്ട് തിരുവനന്തപുരത്തുള്ളതാണ്. ട്രിവാൻഡ്രം ലൈഫ് ആക്ച്വലി ഞാൻ അതിൻ്റെ കാര്യം ഫുള്ളായിട്ട് പറഞ്ഞാൽ ഞാൻ നാട്ടിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അതെല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്ത് ഗ്രീൻ വാലി ഇൻ്റർനാഷണൽ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ജോലി ശരിയായി ഞാനിവിടെ ദേവേട്ടൻ്റെ കൂടെ നിൽക്കാൻ വന്നതാണ്. ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ ദേവേട്ടന് ഫുഡൊന്നും ശരിയാവുന്നില്ല, ഒറ്റയ്ക്ക് ഭയങ്കര ബോറടിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇവിടെ വന്നു, ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വെക്കേഷനൊക്കെ ആയിരുന്നു. വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു ക്ലാസ്സൊക്കെ. ഐ മീൻ ട്രെയിനിങ് സെഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് സ്കൂൾ തുറക്കും. അപ്പോൾ അതാണ് എൻ്റെ ജോലി. അങ്ങനെ കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് നടന്നു.
തിരുവനന്തപുരത്തെ ജീവിതം എങ്ങനെയുണ്ട്? ജീവിതം നമ്മൾ ടൂറിലല്ലോ വന്നിരിക്കുന്നത്, അപ്പൊ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കണ്ടേ. പിന്നെയുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ സാറ്റർഡേ സൺഡേ ആണ് എനിക്ക് ലീവ് ഉണ്ടാവുക. പക്ഷെ അധികം സാറ്റർഡേ സൺഡേ ദയവായിട്ട് വർക്കായിരിക്കും. ഞങ്ങൾ കർമ്മബോധമുള്ള ആർട്ടിസ്റ്റുകൾക്ക് അതെ, തിങ്കൾ മുതൽ വെള്ളി വരെ ഫുൾ ലീവ് ആയിരിക്കും. കൃത്യമായി ശനി ഞായറാണ് ജോലി ഉണ്ടാവുക. അങ്ങനെ ആയതുകൊണ്ട് അധികം സ്ഥലത്തേക്കൊന്നും വെക്കേഷൻ ആക്ച്വലി ഞങ്ങൾ എങ്ങനെ എങ്ങോട്ടും പോയില്ല. കുറെ പ്ലാനൊക്കെ ഉണ്ട്. ദേവേട്ടൻ പോയിട്ടോ, ദേവേട്ടൻ സീരിയലിൽ എല്ലാവരും കൂടിയിട്ട് ട്രിപ്പൊക്കെ പോയി. പക്ഷെ ഞങ്ങൾ എങ്ങോട്ടും പോയില്ല. അപ്പോൾ അതിലെനിക്ക് വളരെയധികം പരിഭവമുണ്ട്. ഞാൻ ഈ സമയത്ത് തുറന്നു പറയുകയാണ് ഗൈസ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ട്രിവാൻഡ്രത്ത് നമ്മളിപ്പോൾ ഒരു ദിവസം ഒരുമിച്ചുണ്ടെങ്കിൽ എന്തായാലും വെറുതെ ഇരിക്കില്ല. ഒന്നെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് സിനിമ കാണും, അല്ലെങ്കിൽ പുറത്ത് പോയി സിനിമ കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കും. അങ്ങനെ നമ്മൾ ആ ചെറിയ മൊമെന്റ്സ് നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ആർട്ടിസ്റ്റിന്റെ കൂടെ ജീവിക്കുക എന്ന് പറയുമ്പോൾ അത്യാവശ്യം കഷ്ടപ്പാടുണ്ട്. അത് ചില്ലറ ചെറിയ കാര്യമില്ല. കാരണം അത് നമുക്ക് എല്ലാരെയും പോലെ എപ്പോഴും സമയം ഉണ്ടായിക്കൊള്ളുന്നില്ല. പ്രത്യേകിച്ച് എന്നെ പോലെ ഭയങ്കര തിരക്കുള്ള ആർട്ടിസ്റ്റ് ആകുമ്പോൾ ഇന്ന് തന്നെ എല്ലാവരും കളിയൊക്കെ ഉണ്ട്, എല്ലാ ചാനലിലും ഇതിലുണ്ടല്ലോ. അപ്പൊ അങ്ങനെ കുറെ അത്യാവശ്യം പ്രോജക്റ്റുകൾ ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഗ്യാപ്പില്ല. കാരണം ഞാൻ ഒഴിവുള്ള ദിവസമൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ഒരുപാട് അത്യാവശ്യങ്ങളുണ്ടേ, അപ്പോൾ വർക്ക് ചെയ്താലേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് അതുകൊണ്ടൊക്കെയുള്ള പ്രശ്നങ്ങളാണ്. പിന്നെ ഒഴിവുള്ള സമയം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരുമിച്ചുള്ള ഒരു ദിവസവും നമ്മൾ വേസ്റ്റ് ചെയ്തിട്ടില്ല. നമ്മൾ മാക്സിമം തല്ലുകൂടിയിട്ടുണ്ട്. ഒന്നുമില്ലെങ്കിലും ഇനിയിപ്പോ ഒന്ന് പുറത്തു പോകാനില്ലാത്ത ദിവസം ഞങ്ങൾ മിക്കവാറും തല്ലുണ്ടാക്കിയിട്ട് ഞങ്ങൾ അതിനെ എന്ത് ചെയ്യും, അതാണ് ഒരു എന്റർടൈൻമെന്റ് ആയിട്ട്. തിരുവനന്തപുരത്ത് ഇവിടെ വന്നതിന് ശേഷമുള്ള എന്റെ ഏറ്റവും വലിയ എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് ഇതാണ്, ആർഗ്യുമെന്റ്സ്. അതിന്റെ ദേവേട്ടൻ അറിയുന്ന എത്ര പേരുണ്ട് ഇവിടെ, അവർക്കറിയാം താങ്കളുടെ യഥാർത്ഥ സ്വഭാവം. ആർഗ്യുമെന്റ് എന്ന് പറയുമ്പോ ആരാണ് ആർഗ്യൂ ചെയ്യുന്നത് എന്നൊക്കെ എല്ലാവർക്കും അറിയാം അല്ലെ. എന്നെ പറ്റി അറിയുന്ന എല്ലാവർക്കും മനസ്സിലാവും ഞാനൊരു പാവമാണ് എന്നുള്ളത്. ഇത് കുടുംബം തകർക്കുന്ന വ്ളോഗാണോ? അല്ല, നഗ്നമായ സത്യങ്ങൾ. കറക്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങളുടെ വീഡിയോയും അതുപോലെ സ്നേഹവും കാണാൻ നല്ല രസമാണ്. അതിന്റെ സീക്രട്ട് എന്ന് പറയുമ്പോൾ ഇപ്പൊ കേട്ടില്ലേ, ഈ ചോദ്യം ചോദിക്കാത്ത അതിന്റെ ഉത്തരം പുറത്തു വന്നിരിക്കുന്നു ഗൈസ്. അതായത് ഞങ്ങളുടെ സ്നേഹത്തിന്റെ സീക്രട്ട് ഇപ്പൊ മനസ്സിലായോ? വീഡിയോയുടെ കാര്യം ഞാൻ പറയാട്ടോ. ആക്ച്വലി ദേവേട്ടൻ ഈ കാണുന്ന പോലെ അല്ലേ, ഇങ്ങനെ കാണുമ്പോൾ എന്താ ഭയങ്കര എനർജറ്റിക് ആണ്, ഭയങ്കര സംസാരിക്കുന്നുണ്ട്. മടിയൻ എന്ന് പറഞ്ഞാൽ കുഴി മടിയനാണ്. വീഡിയോ എടുക്കാൻ മടിയാ. ഞാനിങ്ങനെ പറയുന്നത് കേട്ടോ, നമുക്കൊരു വീഡിയോ എടുക്കാം. ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് കണ്ടന്റ് ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി റെഫർ ചെയ്ത് അതിന്റെ പ്ലാനൊക്കെ ചെയ്ത് വരും. എനിക്ക് പിന്നെ ഡയറക്ഷൻ ഒന്നും എനിക്ക് അറിയാത്തോണ്ട് ഞാൻ വന്നിട്ട് പറയും നമുക്ക് ഇങ്ങനെ ചെയ്താലോ, അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം അങ്ങനെയൊക്കെ ചോദിച്ച് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള എഫേർട്ട് മുഴുവൻ ഇടുന്നത് ഞാനാണ്. അതിൽ അഭിനയിക്കുക എന്നുള്ളൊരു ഡയറക്ഷനുമാണ് ദേവേട്ടൻ ചെയ്യുന്നത്. എന്തായാലും വീഡിയോസ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് ഈ കാണുന്ന നിങ്ങളിപ്പോ പറയണ്ടല്ലോ ഞങ്ങൾ നമ്മള് സ്നേഹം കാണാൻ നല്ല രസമാണ്. ഈ സ്നേഹം കാണുന്ന വീഡിയോയുടെ BTS വീഡിയോ ഇട്ടുണ്ടല്ലോ, ബിഹൈൻഡ് ദ സീൻസ് കണ്ട് ചിരിച്ചാവും. ഭയങ്കര രസ. അതായത് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് പ്രേമിക്കുന്ന വീഡിയോയുടെ തൊട്ടപ്പുറത്ത് മുടിഞ്ഞടിയായിരിക്കും. എങ്ങനെ നിൽക്കാനാ വേണ്ടി പറഞ്ഞു മര്യാദ നിൽക്കണ്ടേ. ഇവളാണെങ്കിൽ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവളുടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞാൽ ഇവള് എന്റെ ഭാര്യ ഉള്ളവരല്ല, സ്ഥിര ശ്രദ്ധയില്ല. നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും അത് പകുതി അവൾ കേൾക്കുള്ളൂ. പകുതി അപ്പോഴേക്കും അവൾക്ക് മനസ്സിലായി എന്നാണ് അവളെ ബ്രെയിൻ ചിന്തിക്കുന്നത്. അവൾക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ പോകും നേരെ തല കുത്തണം ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞു ചൂടോ ഒന്നല്ല പറഞ്ഞ മനസ്സിലാക്കി തരികയില്ല. ഷൂട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ക്യാമറ അങ്ങനെ വെച്ചു ഇങ്ങനെ വെച്ചു എന്നൊക്കെ പറഞ്ഞാൽ അറിയാം. നമുക്കതൊന്നും അറിയില്ലല്ലോ. അതായത് നമുക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെ പറയാൻ എനിക്ക് മനസ്സിലാവില്ല. അങ്ങനത്തെ ഒന്നുമല്ല. അറിയില്ലെങ്കിൽ നമ്മൾ അറിയില്ല എന്ന് പറയണം. ഞങ്ങളൊക്കെ അതിന് ഇപ്പൊ സാറ് ഷോട്ട് വെച്ചു മനസ്സിലായില്ല ഞങ്ങൾ പറയും സാറ് മനസ്സിലായില്ല എന്ന് സ്വന്തം പറയും. തല്ലല്ല, അത് കാര്യം പറയാം. അപ്പൊ അങ്ങനെ അപ്പൊ വീഡിയോയുടെ ഭംഗി എന്ന് പറയുന്നത് ഞങ്ങളുടെ കഷ്ടപ്പാടിന്റെ ഒരു ഇതാണ്. പിന്നെ ദേവേട്ടൻ നല്ല സുന്ദരനായതുകൊണ്ടും കൂടി തിരിച്ചു പറയണോ എന്താണ് താങ്കൾ ഇങ്ങനെ എന്ത് ആൾക്കാർ പൊട്ടന്മാരാണോ ഈ മുഖത്ത് നോക്കിട്ടാണോ നീ പറഞ്ഞത്? ഇപ്പൊ അപ്പൊ തിരിച്ച് ഞാൻ ഭംഗിയിട്ട് പറ. നീ സുന്ദരി ആയതുകൊണ്ടാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചത്. പക്ഷെ എനിക്ക് നല്ല വിഷമമുണ്ട് ഗൈസ്. ഞാൻ കഷ്ടപ്പെട്ട അതല്ല ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ കുറച്ചായിട്ട് അങ്ങനെ കണ്ടന്റ് ഒന്നുമില്ല കേട്ടോ, കാരണം ടൈമില്ല. പക്ഷെ ഞാൻ ഇത്ര എഫേർട്ട് ഇട്ട് വീഡിയോ ചെയ്തിട്ട് വീഡിയോന് ഒരു വ്യൂ ഇല്ല. ഓരോരോ ആൾക്കാർ നമ്മുടെ അങ്ങനെ പ്രൊഫഷണൽ ക്യാമറ ഒന്നുമില്ല, നമ്മൾ ഐഫോണിലാണ് വീഡിയോ എടുക്കുന്നത്.
എന്നാൽ അത്യാവശ്യം ക്ലാരിറ്റി ഒക്കെ ഉണ്ട്, അത്യാവശ്യം കണ്ടന്റ് ഉണ്ട്. ഇവിടെ ഓരോരുത്തരും ഒന്നുമില്ലാതെ കുറെ എക്സ്പോസ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ചെയ്താൽ എല്ലാവർക്കും നല്ല വ്യൂ ആണ്. നമുക്ക് വീഡിയോ ഇല്ല, അതെനിക്ക് നല്ലൊരു പരാതി ഉണ്ട്. അതില്ല, അത് അതിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ട്. അല്ലെങ്കിലൊക്കെ ഇപ്പൊ എന്റെ വീഡിയോസ് ഒക്കെ നല്ല റീച്ച് ആയിരുന്നു. വേണ്ട, ഇതൊന്നും നമുക്ക് കട്ട് ചെയ്യാം. അങ്ങനെയൊന്നും പബ്ലിക്കിനെ കുറിച്ച് മോശമായിട്ട് പറയുന്നില്ല. പക്ഷെ ഈടായിട്ട് വ്യൂ വല്ലതും കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറഞ്ഞു. നിങ്ങളാണ് ചെയ്തത് എന്തെങ്കിലും കണ്ടിട്ട് കഷ്ടപ്പെട്ട് സമയമില്ലാത്ത നേരത്ത് വീഡിയോ എഡിറ്റ് ചെയ്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അല്ല, ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പൊ വീഡിയോയുടെ കാര്യം പറഞ്ഞല്ലോ, പിന്നെ ഞങ്ങളുടെ സ്നേഹത്തിന്റെ കാര്യം. സ്നേഹത്തിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഞാൻ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മളതിനുള്ള ഉത്തരങ്ങള് രണ്ട് ടൈപ്പ് ആൾക്കാരാണ്. ദേവേട്ടൻ ഭയങ്കര ദേഷ്യക്കാരനാണ്, ഞാനാണെങ്കിൽ പെട്ടെന്ന് കരയുന്ന ആളാണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ആ ഒരു എന്താ പറയാ, രണ്ട് വേവ് ലെങ്ത്തിൽ നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് കാര്യങ്ങളൊക്കെ തിരിഞ്ഞിരുന്നു കുറച്ചുപേരെ. അപ്പൊ അങ്ങനെയാ ഞങ്ങളുടെ ഓ ഓക്കെ ഓക്കെ. അപ്പൊ ഞങ്ങൾ തമ്മിൽ സ്നേഹം വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഞങ്ങൾ ഒരു ദിവസം ഒരു തവണ അടികൂടും, ഒരു തവണ സ്നേഹിക്കും, ഒരു തവണ ഭയങ്കരമായി സ്നേഹിക്കും, പിന്നെ ഒരു തവണ കുറച്ചു നേരം മിണ്ടാതിരിക്കും. ഇങ്ങനെയൊക്കെയാണ്. എന്നും സമയം ഉണ്ടാവില്ല. രാവിലെ 6 മണിക്ക് പോയിട്ട് രാത്രി 11 മണിക്ക് വരുമ്പോൾ അത് കഴിഞ്ഞ് കിട്ടുന്ന 1 മണിക്കൂറിന്റെ ഉള്ളിലത്തെ കാര്യങ്ങളാണ് പറയുന്നത്. വരും, സ്നേഹിക്കും, പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ പറയും, ഷൂട്ടിംഗ് ലൊക്കേഷനിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറയും. അപ്പം എനിക്ക് പ്രശ്നമാവും, അപ്പം ഞാൻ തെറ്റും. പിന്നെ ദേവേട്ടൻ വന്നിട്ട് എന്നോട് അടി ഉണ്ടാക്കും, അപ്പം ഞാൻ തിരിച്ചടി ഉണ്ടാക്കും. പിന്നെ ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യും, പിന്നെ വീണ്ടും പിന്നെ വീണ്ടും സ്നേഹിക്കും, പിന്നെ കിടന്നുറങ്ങും. ഇതാണ് ഞങ്ങളുടെ ഒരു ലൈഫ് റൊട്ടീൻ. സ്നേഹമൊക്കെ ഉണ്ട്, നല്ല സ്നേഹമാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. അനിയത്തിപ്രാവിലെ ശ്രീകാന്ത് പോലെ ഒരു ക്യാരക്ടർ ചെയ്യാമോ? എന്നോടാണോ? യെസ്. അനിയത്തിപ്രാവിലെ ശ്രീകാന്ത് പോലെ ഒരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ചെറിയ 2-3 ഇഷ്യൂസ് എന്ന് പറയുന്നത്, നമ്മളൊരു ഇപ്പം ആ സമയത്ത് ഞാൻ ഒരൊറ്റ പ്രോജക്റ്റ് ചെയ്തിട്ടുള്ള സമയത്ത് അത് ഈസിയാണ്. നമുക്ക് അങ്ങനത്തെ ആ സമയം നമുക്ക് ഒരു ഡേറ്റ് ഒരു പ്രോജക്റ്റിന് വേണ്ടി കൊടുക്കാനുണ്ടാവും. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഞാൻ കുറേ ചെറിയ ക്യാരക്ടേഴ്സ് ആണെങ്കിലും പല സീരിയലുകളിൽ അഭിനയിക്കുന്നത് കൊണ്ട് എനിക്ക് ഒരു അത്രയും ലെങ്തി ആയിട്ടൊരു ഡേറ്റ് എനിക്ക് ഒരു പ്രോജക്റ്റിന് കൊടുക്കാൻ പറ്റാത്തതാണ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അത് ഇപ്പം നമ്മുടെ പല സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ ഒരു വർക്ക് കഴിയുമ്പോൾ അടുത്ത വർക്ക് എടുക്കും. ഞാൻ ഇടയ്ക്ക് അങ്ങനെ വിചാരിക്കാറുണ്ട്, പറയാറുണ്ട്, അതായത് ഇനി അടുത്തൊരു പ്രോജക്റ്റ് ഇത്തിരി അങ്ങനെ നോക്കിയിട്ട് എടുക്കുള്ളൂ എന്നൊക്കെ പറയും. പക്ഷെ നമുക്ക് അങ്ങനെ പണിയെടുക്കേണ്ടിരുന്ന് കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റുന്ന ഒരു വകുപ്പുള്ള ആൾക്കാരല്ല. ജോലി ചെയ്തില്ലെങ്കിൽ കഷ്ടപ്പാട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കിട്ടുന്ന ക്യാരക്ടർ നോക്കി എടുക്കുന്നതൊക്കെ ഉള്ളതിൽ വരുന്നതിൽ നല്ലത്. പിന്നെ എനിക്ക് എന്തോ പണ്ടോട്ടെ ഈ നോ പറയുന്നതിനോട് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. കാരണം പ്രത്യേകിച്ച് ഇതൊക്കെ ഞാൻ ഒരു തവണ ഞാൻ ഒരു തവണ അഭിനയിക്കാൻ ആഗ്രഹിച്ചിട്ടുള്ളതാണ്. അഭിനയിക്കാനാണോ ഒരു തവണ മാത്രം, സ്വന്തം ജോലിയുടെ പേര് പോലും ഒരു തവണ മാത്രം അഭിനയിച്ചിട്ട് തിരിച്ച് ഗൾഫിൽ പോകണമെന്ന് കരുതിയ ഒരാളാണ് ഞാൻ. എന്നെ സംബന്ധിച്ച് എനിക്ക് ഓരോ ക്യാരക്ടേഴ്സ് വരുമ്പോഴും അതൊക്കെ ലോട്ടറിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ വരുന്ന എല്ലാം എടുക്കാറുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ. അങ്ങനെ ദേവേട്ടന് എന്താ വെച്ചാൽ നോ എന്ന് പറയാൻ പറ്റില്ല. പിന്നെ നമുക്ക് കറക്റ്റ് ഓരോ വർക്ക് വരുന്ന സമയത്ത് ചിലപ്പോൾ ഒരു വർക്ക് കഴിഞ്ഞിരിക്കും, നമുക്ക് ആ ഒരു വർക്ക് കിട്ടുവാണെങ്കിൽ പിന്നെ ദേവേട്ടന് എപ്പോഴും കണക്ഷൻസ് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമ്മുടെ സീരിയലൊക്കെ തീരാൻ പോകുന്നുണ്ട്. അങ്ങനെ പോണ സമയമാകുമ്പോൾ ഇനിയൊരു വലിയ ക്യാരക്ടർ നോക്കി ചെയ്യണമെന്നുണ്ട്. ശ്രീകാന്ത് പോലെ തന്നെ, അല്ലെങ്കിൽ എൻ്റെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നതാണല്ലോ. കാരണം ഞാനിപ്പോഴും എന്നെ ആദ്യമായി പ്രേക്ഷകർ കണ്ടത് ശ്രീകാന്ത് എന്നുള്ളൊരു ക്യാരക്ടർ കൂടിയാണ്. അപ്പോൾ അതുപോലൊരു ക്യാരക്ടറിനെ ചെയ്യണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷെ വരുന്ന എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അതുണ്ടടി, പക്ഷെ ഞാൻ പറഞ്ഞത് അതൊരു നെഗറ്റീവ് ആണല്ലോ, വ്യത്യാസം ഉണ്ടല്ലോ. സ്ട്രോങ് ക്യാരക്ടറാണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സീരിയൽ. കണ്ട ആൾക്കാർക്ക്, ഒരുപാട് പേരൊന്നും കണ്ടിട്ടില്ല, എന്നാലും കണ്ട ആൾക്കാർക്കൊക്കെ നമ്മൾ ആ സീരിയൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനിപ്പോൾ എവിടെ പോകുമ്പോഴും അത് കണ്ട ആൾക്കാർക്ക് നമ്മളടുത്തൊരു പ്രത്യേക സ്നേഹം ഉണ്ടാവും. മറ്റേതൊക്കെ അവർക്ക് നമ്മളൊരു ആർട്ടിസ്റ്റാണ്, സീരിയൽ ചെയ്യണോ, ഗീതാ ഗോവിന്ദത്തിലെ മറ്റേ ഇതൊക്കെ ചോദിക്കും. പക്ഷേ അനിയത്തിപ്രാവ് കണ്ട ആൾക്കാർക്ക് എൻ്റെ അടുത്തൊരു പ്രത്യേക സ്നേഹം ഉണ്ടാവും. അത് ഞാൻ പല സ്ഥലത്തും നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന അനുഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത്.
അപ്പോൾ ഇൻഷാല്ലാ സംഭവിക്കേണ്ട ഒരു സീരിയൽ വരട്ടെ. അതെ. നെക്സ്റ്റ് നിങ്ങളും പ്രാർത്ഥിക്കും, ഞാനും പ്രാർത്ഥിക്കും. അടുത്ത ചോദ്യം. ഇത് ഞാനും പലപ്പോഴും ചോദിക്കാൻ ആഗ്രഹിച്ച ഒരു ചോദ്യം കേട്ടോ. ചേച്ചിക്ക് ദേവേട്ടന്റെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണ്? ഈ ചോദ്യം ചോദിച്ച ആൾക്ക് ഇരിക്കട്ടെ എൻ്റെ ഒരു വലിയ പാടാണ് നമ്മൾ ഉത്തരം പറയാൻ. എത്ര നേരം ആലോചിക്കില്ലൊക്കെ പറഞ്ഞപ്പോ. എൻ്റെ കല്യാണം കഴിഞ്ഞ നമ്മളെ ഇന്റർവ്യൂ ഉണ്ട്, എൻ്റെ ലിങ്ക് ഞാൻ ഇതിന്റെ താഴെ. ഇവൾ അന്ന് എന്നെ കുറിച്ച് വാതൊരാതെ പറഞ്ഞിരുന്നതും ഇപ്പൊ പറയാൻ പോകുന്നതും നിങ്ങൾ കേൾക്കണം ഗൈസ്. ദേവേട്ടന്റെ ഇഷ്ടപ്പെട്ട സ്വഭാവം, ഇഷ്ടപ്പെട്ട കാര്യം, ഇഷ്ടപ്പെട്ട കാര്യം, കാര്യം എന്നാ ചോദിച്ചേക്കണം. കാര്യം ഇഷ്ടപ്പെട്ട കാര്യം അല്ലേ? ഇഷ്ടപ്പെട്ട സ്വഭാവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഒരു പെൺകുട്ടീനെ അല്ലെങ്കിൽ ഒരു ലേഡീനെ സംബന്ധിച്ച് നമുക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് പല കാര്യങ്ങളിലും പല സ്ഥലത്തും. അപ്പോൾ നമുക്ക് നമ്മളായിട്ട് നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് നമ്മുടെ കൂടെയുള്ള ആളെ സപ്പോർട്ടാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാലും, എനിക്ക് എന്തൊരു കാര്യം വേണം പറഞ്ഞാലും എൻ്റെ കൂടെ നിന്ന് എന്താ നോക്കണം, നമ്മുടെ കൂടെ നിന്ന് അത് നടത്താൻ വേണ്ടിയുള്ള ഒരു എഫേർട്ട് ഇടുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂട്യൂബ് വീഡിയോ അല്ല. അപ്പൊ ഞാൻ എന്തൊരു കാര്യം പറഞ്ഞല്ലോ എന്നോട് നോ പറയാറില്ല. ദേവേട്ടൻ അത് നേരത്തെ പറഞ്ഞല്ലോ. അതാണ് ഏറ്റവും വലിയ ഒരു വൈഫ് എന്ന രീതിയിൽ നമ്മൾ, അല്ലെങ്കിൽ സ്വതവേ ഒരുവിധം ഭാര്യമാരൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം അതായിരിക്കും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഭർത്താവിന്റെ ഭാഗത്ത് നോ എന്നുള്ള കാര്യമാണ്. അല്ല, ഞാൻ ദേവേട്ട ഇഷ്ടങ്ങൾ അറിഞ്ഞ് ജീവിക്കുന്ന ഒരു ഭാര്യയാണ്. അതുകൊണ്ട് ഞാൻ മറ്റൊരു മാത്രം ചോദിക്കൂ. അല്ല, സ്വതവേ പറയാം. അപ്പൊ നമുക്കറിയാം ദേവേട്ടന്റെ ഇഷ്ടങ്ങളും എൻ്റെ ഇഷ്ടങ്ങളും ഞങ്ങൾ പരസ്പരം മനസ്സിലാക്കിയിട്ടാണല്ലോ ജീവിക്കുക. അപ്പോൾ അത് ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ദേവേട്ടൻ്റെ ഭാഗത്ത് നിന്നും എനിക്ക് വളരെ വലിയൊരു സപ്പോർട്ടാണ്. എന്ത് കാര്യത്തിനാണെങ്കിലും, ആദ്യയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ എനിക്ക് ഭയങ്കര ടെൻഷൻ, കുറച്ച് ഓവർ തിങ്കിങ് ഒക്കെ ഉള്ള ആളാണ് ഞാൻ. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ദേവേട്ടൻ്റെ ഭാഗത്ത് നല്ല സപ്പോർട്ടാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഓവർ തിങ്കിങ് ആണ്. ഞാൻ ഭയങ്കര പ്രോബ്ലം ക്രിയേറ്ററാണ്. വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളാണ്. സോ അപ്പം അത് ഇങ്ങനെ സോൾവ് ചെയ്യാനുള്ള ഒരു എഫേർട്ട് ദേവേട്ടൻ ഇടാറൊന്നുമില്ല. പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ തന്നെയാണ്, സോൾവ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. പക്ഷെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, മീൻസ് ആ പ്രശ്നം സോൾവ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്നെ ഒരു നല്ല ഹാപ്പി ആക്കി വെക്കാൻ വേണ്ടി ദേവേട്ടൻ കുറേ കഷ്ടപ്പെടുന്നുണ്ട്. മീൻസ് അതിനുവേണ്ടി കുറേ എഫേർട്ട് ഇടുന്നുണ്ട്. ഞാൻ ആദ്യം തൊട്ടേ പറഞ്ഞ കാര്യമുണ്ട്, എനിക്ക് നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മിസ്റ്റേക്ക് കൊണ്ടോ അല്ലെങ്കിൽ നമ്മളായിട്ട് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളോ ആണെങ്കിൽ ഒബ്വിയസ്ലി ഞാൻ ആ പ്രശ്നം തീർത്തിട്ടുണ്ടാവും. പക്ഷെ ഇത് വെറുതെ ഇരുന്ന് സ്വന്തമായി ആലോചിച്ച പ്രശ്നം ഉണ്ടാക്കുമ്പോൾ എനിക്കൊന്ന് പറയാനേ പറ്റുള്ളൂ. അത് അതിൻ്റെ അപ്പുറത്തേക്ക് അവൾക്ക് തീരുന്നില്ലെങ്കിൽ ഐ ഓൾവേസ് ഗീവ് ഹർ സം ടൈം. ആ ടൈം എടുത്താൽ അവൾക്ക് ഒരു പക്ഷേ അവൾക്ക് അത് ഓക്കെ ആവും. ഓക്കെ ആയതിനു ശേഷം നമ്മൾ സംസാരിക്കുന്നതല്ലേ നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഒരാളൊരു പ്രശ്നമായിട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് പോയിട്ട് കുറേ സംസാരിച്ച് നശിപ്പിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഞാൻ ആദ്യം തൊട്ടേ ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കയറി ചെന്ന്, അത് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം കേട്ടോ, ഇപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അറിയാം, ഞാൻ ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ അവരോട് സംസാരിക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരാളെ ചെന്ന് സംസാരിച്ച് സമാധാനിപ്പിച്ച് അങ്ങനെയൊന്നും ചെയ്യാൻ എനിക്കറിയില്ല. അതിനുള്ളൊരു കഴിവ് ദൈവം എനിക്ക് തന്നില്ല. അപ്പോൾ ആരെയും സമാധാനിപ്പിക്കാനൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഒരു വൈബിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയായിട്ട് പോകുന്നതാണ്. പക്ഷെ അപ്പുറത്തൊരാളിൽ നിന്ന് വിഷമിക്കുന്ന കണ്ടാൽ ഞാൻ മാക്സിമം അവിടുന്ന് മിണ്ടാണ്ട് ഇങ്ങനെ മാറി നിൽക്കാറാണ് പതിവ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവർക്ക് കുറച്ച് പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് ചാടിക്കറി ചെന്ന് എനിക്ക് അതിൻ്റെ ഇടയിൽ കയറി സംസാരിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഓക്കെ ആവോ എന്നുള്ളൊരു മീൻസ് അല്ല, അതെ പറഞ്ഞ മനസ്സിലാവണമെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് ദേഷ്യം വരും. അപ്പൊ നമ്മൾ ചീത്ത വിളിക്കും, അങ്ങനെയല്ലേ? കണ്ടോ ഗൈസ്, ഇതാണ് സ്വഭാവം. അല്ല, അപ്പൊ നമ്മൾ പറഞ്ഞത് നല്ല കാര്യമാണ് ചോദിച്ചത്, ചീത്ത കാര്യമല്ല. ഇതിപ്പോ പറയുമ്പോൾ മൊത്തം ചീത്ത കാര്യമാണല്ലോ. നല്ല കാര്യം ഞാൻ പറഞ്ഞില്ല. നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹസ്ബൻഡാണ്, നല്ല കെയർ ചെയ്യുന്ന ഹസ്ബൻഡ്. ഞാൻ ഇടയ്ക്ക് ഞാനിങ്ങനെ കുത്തും, നമുക്ക് പിന്നെ അതൊന്നും ഇല്ലല്ലോ, ദേവേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ എന്ന് പറഞ്ഞാൽ അത് നോട്ട് ചെയ്ത് വെക്കും. സാധാരണ ആൾക്കാരെന്ത് ചെയ്യും, അതിങ്ങനെ അവളങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു പിന്നെ അത് ചെയ്യാതിരിക്കും, അത് മൈൻഡ് ചെയ്യില്ല. പക്ഷെ ദേവേട്ടൻ അത് ഓർത്ത് വെച്ച് പിന്നെ അതിങ്ങനെ ചെയ്യും. ഞാനത് കണ്ട ഭാവം നടിക്കാറൊന്നുമില്ലെങ്കിലും ഞാനത് ശ്രദ്ധിക്കാറുണ്ട്.
മീൻസ് അങ്ങനെ ഞാൻ പറഞ്ഞു വെച്ച കാര്യങ്ങളൊക്കെ കൃത്യമായി അതുപോലെ ഫോളോ ചെയ്ത് ചെയ്യുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ എന്താ വെച്ചാൽ നല്ല സ്നേഹനിധിയായ ഒരു ഭർത്താവാണ്. അതാണ് ദേവേട്ടനിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി. ഇപ്പോൾ നാളെ മാറിയേക്കാം, പക്ഷെ ഇപ്പൊ കുറച്ച് നെഗറ്റീവ് ഉണ്ടോ, ദോഷം ഇഷ്ടമില്ലാത്ത സ്വഭാവമുണ്ടോ ചോദിച്ചില്ലേ? കുറച്ച് കോഴിത്തരം കൂടിയിട്ടുള്ള സംശയമുണ്ട്. അതാണ് ഇപ്പൊ എനിക്കൊരു നെഗറ്റീവ് ആയിട്ട് ചോദിച്ചിട്ടില്ലായിരുന്നു, എന്നാലും ഞാൻ അങ്ങനെ ചാടിക്കറി പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് കണ്ടോ, അതിന്റെ ഭാഗമായിട്ടാണ് കോഴിയുടെ ഇവിടെ അങ്ങനെ കാണാറില്ലേ, ആ സാധനമാണ് ഇത്. പറ നെക്സ്റ്റ്. നിങ്ങളെ നല്ല ഇഷ്ടമാണ്. താങ്ക് യു. താങ്ക് യു. ഹലോ, എന്തുണ്ട് വിശേഷം? ഇതൊക്കെ സ്ഥിരം വന്ന മെസ്സേജുകളാണ്. അത് നമ്മളെ സ്നേഹം. ഹായ് ഹലോ, ഇങ്ങനത്തെ ഹായ് ഹലോ ഒക്കെ കുറെ വരാറുണ്ട് കേട്ടോ. ഹായ് ഹലോ ഹലോ ഒക്കെ നമ്മൾ അപ്പോഴേക്കപ്പോൾ അവർ തിരിച്ച് റിപ്ലൈ ചെയ്യാറുണ്ട്. അതൊക്കെ ഞാൻ അപ്പൊ തന്നെ ചെയ്യും. എന്തുണ്ട് വിശേഷം ചോദിച്ചാൽ നല്ല വിശേഷമാണ്, സുഖമായിട്ട് പോവുകയാണ്. ഇത് നിന്റെ വേർ ഇസ് യുവർ ഹീറോ? എങ്ങനെയുണ്ട് ലൈഫ്? എൻ്റെ ഹീറോ ഇതായിരിക്കുന്നു. ഇനി വേറെ ചെറിയൊരു ഹീറോ ഉണ്ട്, അവനവിടെ വീട്ടിൽ അവിടെ കുട്ടികളവിടെ കളിക്കുന്നുണ്ട്. സുഖമായിട്ടിരിക്കുന്നു. ഹീറോയും സുഖമായിരിക്കുന്നു. ഹീറോ അല്ല, ആക്ച്വലി വില്ലനാണ്. വില്ലൻ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഞാനോ ഞാനൊരു കുടുംബസ്ത്രീ, കുടുംബിനി. ശരി, കുടുംബിനി സൂപ്പർ മാർക്കറ്റ്. അപ്പൊ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ എങ്ങനെ പോകണം ലൈഫ് എന്ന് വെച്ചാൽ വളരെ ഹാപ്പി ആയിട്ട് പോകണം. ഞങ്ങള് കുഴപ്പമൊന്നുമില്ല, ഞങ്ങളിവിടെ ഞങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തി. ചെറിയ ചെറിയ കാര്യങ്ങളിൽ വലിയ വലിയ വഴക്കുകൾ ഉണ്ടാക്കി. അല്ല, ചെറിയ ചെറിയ കാര്യങ്ങളിൽ വലിയ വലിയ ഞങ്ങൾക്ക് ഒന്നും ചെയ്യില്ലെങ്കിൽ ഞങ്ങളിവിടെ വീട്ടിലൊരു സിനിമ ഇടും. എന്നിട്ട് ഇവിടെ ഇതൊക്കെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കൊണ്ടുവന്ന് വെച്ച് അവിടെ ഇരുന്ന് സിനിമ കണ്ട് ഇങ്ങനെ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ മുമ്പ് എൻ്റെ മെയിൻ എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് പണ്ടും സിനിമയായിരുന്നു, ഇപ്പോഴും സിനിമയാണ്. പാവം ഇവളുടെ ഇപ്പൊ സിനിമയാണ്. ഇവിടെ വന്നതിന് ശേഷം സിനിമ ആണല്ലോ മാത്രമാണ് മേജർ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഒന്നാമത് ചൂടാണ് പുറത്ത്, ഇപ്പോഴാണ് മഴ തുടങ്ങിയത് കേട്ടോ. ചൂടാകുമ്പോൾ നമുക്ക് പോവുകയാണെങ്കിൽ ഏതെങ്കിലും മാളിൽ പോകണം. ചുമ്മാ ഒരു മാളിൽ പോയി 10 പ്രാവശ്യം അങ്ങോട്ടും കൊണ്ട് നടക്കാം. എനിക്കും താല്പര്യമില്ല. കാരണം മാളിലൊക്കെ പോയാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുറച്ച് ഫോട്ടോസ് എടുക്കാം. പക്ഷെ അത് ദയവായിട്ടും ഇഷ്ടമല്ല. മീൻസ് പബ്ലിക്കിലൊക്കെ പോയിട്ട് ആൾക്കാരുടെ നിന്ന് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും നമുക്ക് കുറച്ച് നല്ല സ്ഥലത്ത് പോകാം. അപ്പൊ നമ്മള് വെറുതെ ഇവിടെ എപ്പോഴും ചെന്നിട്ടേ ലുലുമോള ചുമരിന്റെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കും. ഞാൻ ഈ ചുമരിനോടൊക്കെ വീട്ടിലെ ചുമരിലെടുത്താൽ പോരെ. ഒരു ഇത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ അങ്ങനെ എടുക്കണം. അങ്ങനെ എടുക്കണമെങ്കിൽ എനിക്കറിയില്ല, മേ ബി ആൾക്കാർ നമ്മളെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഞാൻ ഇത്തിരി കംഫർട്ടബിൾ അല്ലാതാവുന്നതാണ്. എനിക്കിപ്പോൾ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ, ഇല്ലെന്നും പറഞ്ഞില്ല. അതൊക്കെ ഉണ്ട്. എന്റെ ഫോട്ടോഗ്രാഫറാണ്, എന്റെ കാണാറുണ്ടല്ലോ എന്റെ അടിപൊളി ഫോട്ടോസ് ഒക്കെ എടുത്തു തരുന്ന ഫോട്ടോഗ്രാഫറാണ്. മാക്സിമം എന്റെ അഭിമാനമൊക്കെ പണയം വെച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കാറുണ്ട്. ഓക്കെ, വെക്കേഷൻ കഴിഞ്ഞില്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു? വെക്കേഷൻ എനിക്കാണ് ഉണ്ടായത്. ദയവായിട്ടും വെക്കേഷൻ ഇല്ല. കറക്റ്റ് ആ വെക്കേഷൻ കറക്റ്റ് എനിക്ക് വെക്കേഷൻ ഉണ്ടായത് മെയ് മാസം. മാർച്ച് ഏപ്രിൽ മെയ് ഏപ്രിൽ മാർച്ച് 28-നാണ് എനിക്ക് സ്കൂൾ ക്ലോസ് ചെയ്തത്. മെയ് 7-നാണ് എനിക്ക് സ്റ്റാർട്ട് ചെയ്തത്. അതിനിടയിലുള്ള ആ ഒരു പീരീഡ് ഉണ്ടല്ലോ, കറക്റ്റ് ആ ടൈമിൽ ദയവായിട്ടിന് ഒരു ദിവസം 2 ദിവസം എങ്ങാനും ഗ്യാപ്പ് കിട്ടും. ബാക്കി ദിവസങ്ങളിലൊക്കെ വർക്ക് ഉണ്ടാവണം. പക്ഷെ ഞങ്ങൾക്ക് അതുകൊണ്ട് എന്ത് പറ്റിയതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 ദിവസം 3 ദിവസം ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. 2-3 സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയൊക്കെ വെച്ചു ഞാൻ വെക്കേഷന് പോവാൻ. അതൊന്നും നടന്നില്ല. അപ്പോൾ വെക്കേഷൻ എന്റെ ഭാര്യ എന്റെ കൂടെ കൂടിയതിനു ശേഷം അധികം യാത്രകളൊന്നും പോകാൻ പറ്റിയില്ല. ഇവിടുന്ന് നാട്ടിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യും, ഇവിടുന്ന് രാത്രി പുറപ്പെടും, രാവിലെ അവിടെ എത്തും, സംഭവം പരിപാടി കഴിയും, രാത്രി അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരും. രാത്രി വണ്ടിയിൽ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചുള്ള യാത്ര നല്ല അടിപൊളിയാണ്, നല്ല സൂപ്പർ വൈബ്. രാത്രി ചായയൊക്കെ കുടിച്ച് പാട്ടൊക്കെ കേട്ട് പാട്ടൊക്കെ പാടി അങ്ങനെ ഞങ്ങൾ നൈറ്റ് ഡ്രൈവ് ഭയങ്കര കൂടുതലായിട്ടുണ്ട് ഇപ്പോൾ. പക്ഷെ അതുകൊണ്ട് നമുക്കൊരു യാത്ര പോവാത്ത ഫീലൊന്നുമില്ല. പക്ഷെ നമ്മളൊരു റിസോർട്ടിലൊക്കെ പോയി നിൽക്കണം എന്ന് വിചാരിച്ചു. സത്യത്തിൽ ഞങ്ങൾ കുറെ പ്ലാൻ ചെയ്യണം, പക്ഷെ ഞാൻ ഇനി എന്റെ പ്ലാൻ ഇതൊന്നുമില്ല. ഞാൻ സർപ്രൈസ്. ക്വസ്റ്റ്യൻ ഉണ്ടോ? ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ദയവായിട്ട് ആ പാട്ട് പാടി തരാമോ? ബൈ 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 ബൈ, സൈനിങ് ഓഫ്. ബൈ ബൈ ബൈ.